കാസർഗോഡ് സ്പെഷ്യൽ സബ് ജയിലിൽ റിമാൻഡിൽ മരിച്ച പ്രതി മുബഷിറിന്റെ മർദ്ദനമേറ്റിട്ടില്ലെന്ന പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകളില്ല, ഹൃദയാഘാതമുണ്ടായ ലക്ഷണങ്ങളും കണ്ടെത്താനായിട്ടില്ല എന്നതാണ് പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നത്. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിനാണ് ചേരുന്നത്. ജോസഫ്, എന്തായാലും ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിരിക്കുന്നത് മർദ്ദനമേറ്റിട്ടില്ല എന്നതാണ്. ആന്തരിക അവയവങ്ങളടക്കം പരിശോധനയിൽ മർദ്ദന പാടുകളില്ല, ഹൃദയാഘാതമുണ്ടായ ലക്ഷണങ്ങളും കണ്ടെത്താനായിട്ടില്ല എന്നതാണ് പറയുന്നത്. പിന്നീട് മരണകാരണം എങ്ങനെയാണ് എന്നൊരു കാര്യത്തിൽ നിലവിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. എങ്ങനെയാണ് ജോസഫ് വിവരങ്ങൾ? രേണുക, ഇന്നലെ പുലർച്ചെയാണ് റിമാൻഡിൽ കഴിയുകയായിരുന്ന പ്രതിയെ ഈ അവശ നിലയിലായതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നീട് കുടുംബം ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച് അധികൃതർക്കെതിരെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ മുബഷിർ 29 വയസ്സ് മാത്രമാണ് പ്രായം. 2 ആഴ്ച മുമ്പാണ് ഇത്തരത്തിൽ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങിയെത്തിയ സമയത്ത് ഇയാൾക്കെതിരെ ഉണ്ടായിരുന്ന ഒരു പോക്സോ കേസിൽ ഇയാളെ പിടിച്ചുകൊണ്ട് പോവുകയായിരുന്നു. അതിനുശേഷം ഇയാളെ സബ് ജയിലിലേക്ക് സ്പെഷ്യൽ സബ് ജയിലിലേക്ക് മാറ്റുകയായിരുന്നു. ഈ സബ് ജയിലിൽ തനിക്ക് വലിയ രീതിയിലുള്ള മർദ്ദനം ഏൽക്കേണ്ടി വന്നു എന്ന് ബന്ധുക്കളോട് ഇയാൾ പറഞ്ഞതായിട്ടാണ് ബന്ധുക്കൾ ഇന്നലെ നമ്മളോട് തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. ആരാണ് മർദ്ദിച്ചത്, എങ്ങനെയാണ് മർദ്ദിച്ചത് എന്നുള്ള കാര്യങ്ങളൊന്നും മുബഷിർ പറഞ്ഞിരുന്നില്ല എന്നും ഈ ബന്ധുക്കൾ പറഞ്ഞു. മാത്രമല്ല, അന്യായമായി തന്നെ ചില ഗുളികകൾ കഴിപ്പിക്കുന്നു എന്ന കാര്യവും ഈ മുബഷിർ ഇത്തരത്തിൽ ഈ മാതാവിനോടും സഹോദരനോടും പറഞ്ഞതായി ഈ ബന്ധുക്കൾ ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഈ മുബഷിറിന് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് വീട്ടുകാർ പറയുന്നത്. ഒരു ആരോഗ്യ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാത്തിരുന്ന ഒരാൾ എങ്ങനെയാണ് പെട്ടെന്ന് മരിച്ചതെന്നുള്ള കാര്യത്തിലാണ് വലിയ രീതിയിലുള്ള ആശങ്ക ഉയരുന്നത്. എന്തായാലും ഇന്നലെ വിശദമായ പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മൃതദേഹം മാറ്റിയിരുന്നു. ഇതിന്റെ പ്രാഥമിക പരിശോധനാ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ മർദ്ദനമേറ്റിട്ടില്ല എന്നുള്ള കാര്യമാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. ഹൃദയാഘാതമല്ല മരണത്തിന് കാരണമെന്നും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്താണ് ഈ മരണത്തിന് കാരണം എന്നുള്ളത് കണ്ടെത്താൻ ആന്തരിക അവയവങ്ങൾ വിശദമായ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. എന്തായാലും ഇന്നലെ രാത്രിയോടുകൂടി മുബഷിറിന്റെ മൃതദേഹം ഖബറടക്കി. ഇന്ന് വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് ഊർജിതമായ അന്വേഷണം നടത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ടൗൺ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ മർദ്ദനമേറ്റിട്ടില്ല എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. എന്നിരുന്നാൽ കൂടി ഇത്തരത്തിൽ ശരീരത്തിൽ ഒരു പാട് കണ്ടെത്തിയിരുന്നു. ആ പാട് ഒരുപക്ഷെ വീണപ്പോൾ സംഭവിച്ചതാകാം എന്നൊരു നിഗമനം കൂടി ഈ ഫോറൻസിക് സർജന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. എന്തായാലും വിശദമായ പരിശോധനയ്ക്കായി ആന്തരിക അവയവങ്ങൾ ഫോറൻസിക് ലാബിലേക്ക് അയച്ചിരിക്കുകയാണ്. മാത്രവുമല്ല, ഇത്തരത്തിൽ ഈ എങ്ങനെയാണ് ഈ ഗുളികകളുടെ സാന്നിധ്യം ഈ ശരീരത്തിനുള്ളിൽ കണ്ടെത്തിയത് എന്നുള്ളതും വലിയ ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുകയാണ്. നാട്ടുകാരും ബന്ധുക്കളും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ട്. ഇത്തരത്തിൽ ഈ കസ്റ്റഡി മർദ്ദന ആണ് ഇത്തരത്തിൽ ഈ മരണത്തിന് കാരണമെന്നാണ് അവർ പ്രധാനമായും ആരോപിക്കുന്നത്. ഈ സഹതടവുകാരോ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരോ ഈ മുബഷിറിനെ മർദ്ദിച്ചിരിക്കാം, അല്ലെങ്കിൽ അന്യായമായി ഗുളികകൾ കഴിപ്പിച്ചിരിക്കാം എന്നൊരു ആരോപണം കൂടി ഇവർ ഉയർത്തുന്നുണ്ട്. എന്തായാലും ഈ അന്വേഷണ റിപ്പോർട്ട്, അതായത് ഈ വിശദമായ പരിശോധനാ ഫലം വന്നെങ്കിൽ മാത്രമേ എന്താണ് മരണകാരണം എന്നതിൽ വ്യക്തത വരികയുള്ളൂ. രേണുക, ശരി, വ്യക്തമാണ് വിവരങ്ങൾ പങ്കുവച്ചത് ജോസഫ് അഗസ്റ്റിന്.